ഹലോ, ഇന്ന് നമ്മൾ ഇനി വിഷു അല്ലേ വരാൻ പോണത്. വിഷു ആയിട്ട് എല്ലാവർക്കും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അവിയൽ ഉണ്ടാക്കാൻ ഞങ്ങൾ പോണത് കേട്ടോ. അതിനുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കിഴങ്ങ്, പയർ, അപ്പോൾ തന്നെ മുളക്, മുരിങ്ങാക്കായ, വേപ്പിൻ്റെ ഇല, അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിയൽക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും എത്താൻ തരത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഫുൾ വേവിൽ തന്നെ നമുക്ക് കത്തിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇറക്കി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഒന്നും പാടെ ഞങ്ങൾക്ക് ഇറക്കി കാണിച്ചു തരാം. നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഉടച്ച് കലക്കരുത് കേട്ടോ. ഒരു പാകമായിട്ടുണ്ട് അല്ലേ. നമുക്ക് അരച്ചത് ചേർക്കാം കേട്ടോ. അരക്കാം എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വേപ്പിൻ്റെ ഇല, അപ്പോൾ തന്നെ 4 പച്ചമുളക്, അപ്പോൾ തന്നെ ഇത് എന്ത് ജീരകാന്ന് കറിയില്ല. ജീരകം ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും ചതച്ചെടുക്കാം. അറിയാത്ത കാരണം കൊണ്ട് തൈര് കുറച്ച് ഒഴിച്ചോട്ടിരുന്നു കേട്ടോ. അത് ഞാനോടും പറയാൻ നിൽക്കണ്ട. നേരത്തെ കാണിച്ച വേപ്പിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചതച്ച് വെച്ചാണ് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. എടുക്കാം. നമുക്ക് നന്നായിട്ട് എല്ലായിടത്തേക്കും എത്താൻ തരത്തിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. എങ്ങോട്ടായാലും മതി. നീണ്ട സ്ഥലമല്ലേ, എല്ലായിടത്തേക്കും എത്തക്കാം. തൈര് എടുത്തിട്ടുണ്ട്. നമ്മൾ തൈര് ഇത് കൂടെ പാർന്ന് കൊടുക്കുന്നു കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അവിയല കേട്ടോ. കഞ്ഞി പോലെ ഇരിക്കണം. ഒന്നും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അഥവാ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് പാകം നോക്കിയിട്ട് പിന്നെ ഇടണേ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് അടച്ചു വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.